നമസ്കാരം. ലോ അക്കാദമിയെക്കാളും മറ്റക്കര ടോംസ് കോളേജിനേക്കാളും കേരളം ഏറ്റെടുക്കേണ്ട പൊതുപ്രശ്നമായി പാമ്പാടി കോളേജും ജിഷ്ണുവിൻ്റെ മരണവും മാറുകയാണ്. അത്രമേൽ ഗൗരവമുള്ള കണ്ടെത്തലാണ് പോലീസ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. പ്രബലനായ നെഹ്റു കോളേജ് ഉടമ പി കൃഷ്ണദാസ് ഒന്നാം പ്രതിയായ കേസിൽ ജിഷ്ണുവിനോട് മാനേജ്മെന്റിന് പൂർവ്വ വൈരാഗ്യമുണ്ടായിരുന്നു എന്ന് അന്വേഷണത്തിൽ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. വലിയ ജാഗ്രത ആവശ്യപ്പെടുന്ന ഒരു ഘട്ടമാണ്. ഞങ്ങൾ ആ ജാഗ്രതയ്ക്കൊപ്പം നിലകൊള്ളുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം പ്രൈം ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നു. ഒപ്പം വെള്ളാപ്പള്ളിയുടെ അവസരവാദ രാഷ്ട്രീയവും ചർച്ച ചെയ്യുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഒടുവിൽ പോലീസ് ഉണർന്നു. ജിഷ്ണു പ്രണോയുടെ മരണത്തിൽ നെഹ്റു കോളേജ് ഉടമ പി കൃഷ്ണദാസ് ഒന്നാം പ്രതി. ആരോപണങ്ങൾ ശരിവെച്ച് പോലീസ് റിപ്പോർട്ട്. ജിഷ്ണുവിനോട് പൂർവ്വ വൈരാഗ്യമുണ്ടായിരുന്നു. കോപ്പിയടിയിൽ കുടുക്കിയത് ഗൂഢാലോചനയിലൂടെ. വൈസ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ ക്രൂരമായി മർദ്ദിച്ചുവെന്നും കണ്ടെത്തൽ. പ്രതികൾ ഒളിവിൽ. മാനേജ്മെന്റുകളുടെ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്ത് VS. ചോദിച്ചിരുന്നും കൊടുക്കാമെന്ന് പറയുകയും ചെയ്തിരുന്നു. അതൊന്നും കൊടുത്തിട്ടില്ല എന്ന് എനിക്കെന്നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ കൊടുക്കാമെന്ന് പറയുന്നതല്ലാതെ കാര്യങ്ങളൊന്നും നടന്നു ഇതുവരെ കാണുന്നില്ല. എന്തോ ഇതിനകത്തകത്ത് ചില തടസ്സങ്ങളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വിലപേശാനും കളം മാറാനും കരുതിക്കൂട്ടി വെള്ളാപ്പള്ളി. BJPയെ തള്ളിപ്പറഞ്ഞു. BDJSനെ BJP വഞ്ചിച്ചു. ബന്ധം തുടരണോ എന്ന് ആലോചിക്കും. CK ജാനുവിനെ BJP പ്രലോഭിപ്പിച്ച് വഞ്ചിച്ചുവെന്നും വെള്ളാപ്പള്ളി വെളിപ്പെടുത്തി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. BDJSുമായി പ്രശ്നമില്ലെന്ന് കുമ്മനം. തമിഴ് അംഗത്തിന് ആവേശം പകർന്ന് ശശികലയ്ക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ സുപ്രീം കോടതി വിധി നാളെ. പ്രതീക്ഷയോടെ OPS ക്യാമ്പ്. മുഖ്യമന്ത്രിയാകുന്നത് ആർക്കും തടയാനാകില്ലെന്ന് ശശികല. തടസ്സങ്ങൾക്ക് പിന്നിൽ DMKയും BJPയുമെന്നും ആരോപണം. ഭൂരിപക്ഷം തെളിയിക്കാൻ പനീർശെൽവത്തോട് ആവശ്യപ്പെടാൻ ഗവർണർക്ക് അറ്റോർണി ജനറലിന്റെ നിയമോപദേശം. ഉത്തരാഖണ്ഡിൽ കൊട്ടിക്കലാശം. ഉത്തർപ്രദേശിൽ രണ്ടാം ഘട്ട പരസ്യ പ്രചാരണത്തിനും സമാപനം. കൊട്ടിക്കലാശം കൊഴുപ്പിച്ച് ദേശീയ നേതാക്കൾ. മറ്റന്നാൾ വോട്ടെടുപ്പ്. വിരാട് കോഹ്ലിയുടെ വിജയയാത്ര തുടരുന്നു. ഹൈദരാബാദ് ടെസ്റ്റിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യക്ക് 208 റൺസ് ജയം. ഇന്ത്യയുടെ തുടർച്ചയായ 6ാം പരമ്പര നേട്ടം. വിലപേശലും വിരട്ടലും എന്തിനു വേണ്ടി? SNDP യോഗം മുൻകൈയെടുത്ത് രൂപീകരിച്ച BDJS BJP ബന്ധം അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായി നടത്തുന്ന ചർച്ചയ്ക്ക് ശേഷമാകും അന്തിമ തീരുമാനം. സ്ഥാനമാനങ്ങളെന്ന പ്രലോഭനം നൽകി ആദിവാസി നേതാവ് CK ജാനുവിനെ BJP കബളിപ്പിച്ചുവെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ന്യൂസ് 18നോട് പറഞ്ഞു. BJPയുമായി തനിക്കോ SNDPക്കോ ബന്ധമില്ലെന്ന് വെള്ളാപ്പള്ളി തുറന്നടിച്ചു. കേന്ദ്ര സർവകലാശാലയ്ക്ക് ശ്രീനാരായണ ഗുരുവിന്റെ പേര് നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ വിശ്വസിച്ചു. 1 വർഷം കഴിഞ്ഞിട്ടും സമുദായത്തിന്റെ ആവശ്യങ്ങളിൽ തീരുമാനമുണ്ടായില്ല. അമിത്ഷാ വരെ പറഞ്ഞു ഇത് വളരെ ജെന്യുവിനാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് ഗുരുദേവൻ്റെ നാമകരണം ഞങ്ങൾ ചെയ്തിരിക്കും. അതെന്തുകൊണ്ടും ഗുരുദേവൻ്റെ പ്രസക്തി ഇന്ന് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പല സംസ്ഥാനങ്ങളിൽ നിന്ന് ഗുരുദേവനെ ആദരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞതാണ്. പക്ഷേ വാക്കുകളൊന്നും പിന്നെ ഇവിടുന്ന് പോയി കഴിയുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞോ അതെല്ലാം മറന്നു പോകുന്നു. മുന്നണി പ്രവേശനം മുതൽ പല കാര്യങ്ങളും BDJS BJPയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു കാര്യത്തിൽ പോലും തീരുമാനമുണ്ടായില്ല. NDA എന്നത് കേരളത്തിൽ കടലാസിൽ മാത്രം അവശേഷിക്കുന്നു. BDJS വല്ലതും ചോദിച്ചിരുന്നും കൊടുക്കാമെന്ന് പറയുകയും ചെയ്തിരുന്നു. അതൊന്നും കൊടുത്തിട്ടില്ല എന്ന് എനിക്കെന്നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ കൊടുക്കാമെന്ന് പറയുന്നതല്ലാതെ കാര്യങ്ങളൊന്നും നടന്നു ഇതുവരെ കാണുന്നില്ല. ആദിവാസി നേതാവ് CK ജാനുവിനെ പ്രലോഭനങ്ങൾ നൽകി വിളിച്ചിറക്കി കൊണ്ടുവന്നെങ്കിലും BJP നീതി കാട്ടിയിട്ടില്ല. ജാനുവിൻ്റെ നിലനിൽപ്പ് തന്നെ BJP ഇല്ലാതാക്കി. ജാനുവിനെ വലിച്ചിറക്കി കൊണ്ടുവന്ന് പ്രലോഭനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ പറഞ്ഞ ചില വാക്കുകൾ വലതും അവർക്ക് ചില കോർപ്പറേഷനും അത് മാത്രമല്ല ഈ ആദിവാസി മേഖലയിൽ അടിയന്തരമായ കുറേ വികസന പ്രവർത്തനങ്ങൾ നടത്തും എന്ന് പറഞ്ഞിരുന്നു എന്നാണ് ജാനു എന്നോട് പറഞ്ഞത്. അതൊന്നും ഇതുവരെ കൊടുത്തതായി കാണുന്നില്ല. അവർക്ക് അതിനകത്ത് വലിയ നിരാശയുണ്ട്.
നിലവിലെ തിക്താനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ബന്ധം തുടരണമോ എന്ന കാര്യത്തിൽ BDJS തീരുമാനമെടുക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. രാഷ്ട്രീയ തീരുമാനമെടുത്ത് അവരുമായിട്ടുള്ള ബന്ധം തുടർന്നും വേണമെന്ന് ചോദിച്ചാൽ എനിക്ക് അവരുമായിട്ടുള്ള ബന്ധങ്ങൾ, രാഷ്ട്രീയ ബന്ധങ്ങളൊന്നും എനിക്കില്ല. BDJS ആണ് ഒരു രാഷ്ട്രീയ ബന്ധമുള്ളത്. BDJSന് ആ ബന്ധം വേണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനിക്കും. ഞാനതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇടഞ്ഞു നിൽക്കുന്ന BDJSുമായി ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ ചർച്ച നടത്തും. പാർട്ടിക്ക് നൽകാമെന്ന് സംബന്ധിച്ച സ്ഥാനമാനങ്ങളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ലെങ്കിൽ മുന്നണിക്ക് പുറത്തു കിടക്കണമെന്ന കാര്യത്തിൽ SNDPയിൽ ധാരണ ഉണ്ടായതായാണ് സൂചന. MS അനീഷ് കുമാർ, ന്യൂസ് 18, ആലപ്പുഴ. എന്നാൽ BDJSുമായി ഭിന്നതകളില്ല എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. SNDPയുടെ ആവശ്യങ്ങൾ മാർച്ച് 11 ശേഷം പരിഗണിക്കുമെന്നും കുമ്മനം തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. പല കാര്യങ്ങളിലും പല രാഷ്ട്രീയ നേതാക്കളെക്കാളും പല കാര്യങ്ങളിലും അല്പം ഭേദമാണ് വെള്ളാപ്പള്ളി എന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി എന്നുകൂടി പറയേണ്ടി വരും. കാരണം ചില തീരുമാനങ്ങൾ എടുക്കാൻ വിലപേശാൻ ഒരുങ്ങിത്തിരിക്കുമ്പോൾ വലിയ രാഷ്ട്രീയ വർത്തമാനങ്ങൾ പറയും. പക്ഷേ വെള്ളാപ്പള്ളി അത്തരം രാഷ്ട്രീയത്തിനപ്പുറം തങ്ങൾക്ക് കിട്ടാനുള്ളതൊന്നും കിട്ടിയില്ല, തരാമെന്ന് പറയുന്നതല്ലാതെ തരുന്നില്ല, എന്താണ് തടസ്സമെന്ന് മനസ്സിലാകുന്നില്ല, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് നിങ്ങൾക്കും അറിയാമല്ലോ എന്ന് മാധ്യമപ്രവർത്തകരെ ഉദാഹരിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രതിനിധിയോട്, അനീഷിനോട് തുറന്നു ചോദിക്കുന്ന നിലയിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ തൃപ്തിയില്ല, പറഞ്ഞതൊന്നും തന്നില്ല എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ട് BJPയോട് ബന്ധം വേണ്ടി വന്നാൽ വിച്ഛേദിക്കും എന്ന് പറയുന്നു. അത് വേണമെങ്കിൽ വിരട്ടലാകാം, അല്ലെങ്കിൽ വിലപേശാനാകാം, അല്ലെങ്കിൽ പൂർണ്ണമായും കളം മാറാനാകാം. എന്താണ് വെള്ളാപ്പള്ളിയുടെ മനസ്സിലിരിപ്പ് എന്നത് തന്നെയാണ് ഈ ആദ്യ ചർച്ചയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. ഇപ്പോൾ ഈ ചർച്ചയിൽ BDJSൻ്റെ സെക്രട്ടറി ശ്രീ നീലകണ്ഠൻ മാസ്റ്റർ ചേരുന്നു. KPMSൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. ഒപ്പം തന്നെ SNDP യോഗത്തിൻ്റെ മുൻ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ ചേരുന്നു. BJP നേതാവ് ശ്രീ J പത്മകുമാർ ചേരുകയാണ്. ശ്രീ നീലകണ്ഠൻ മാസ്റ്റർ, വെള്ളാപ്പള്ളി പറഞ്ഞത് തന്നെ ആദ്യം നമ്മൾക്ക് ഗൗരവത്തിലെടുക്കാം. കാരണം അദ്ദേഹം SNDP യോഗം ജനറൽ സെക്രട്ടറിയാണ്, BDJSൻ്റെ ആരുമല്ല, പക്ഷേ എല്ലാമാണ് താനും. അദ്ദേഹം പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണോ? ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ്. ഒന്നും കിട്ടിയില്ല. എന്തായിരുന്നു കിട്ടേണ്ടിയിരുന്നത്? അതായത് ഞങ്ങൾ ഈ മുന്നണി ബന്ധം സ്ഥാപിക്കുന്ന സമയത്ത് BJPയുടെ നേതൃത്വത്തിൽ നിന്ന് പറഞ്ഞിരുന്നു. അതിന് ഞങ്ങൾക്ക് കേരള ഘടകം നന്നായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഏതെങ്കിലും കോർപ്പറേഷൻ്റെ ബോർഡുകളിൽ നിങ്ങൾക്ക് സ്ഥാനം തന്ന് അധികാരത്തിൽ ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നൊരു ഉറപ്പ് ഞങ്ങൾക്ക് തന്നിരുന്നു. അതിപ്പോൾ 2.5 വർഷമായിട്ടും നടന്നിട്ടില്ല. അപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്, ചുമതലയുണ്ട്. അദ്ദേഹം അത് പറഞ്ഞു. KPMSും ഞങ്ങളൊരു യോഗം ഒരു വാർത്താസമ്മേളനം വിളിച്ചു ചേർത്ത് ഇങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, അതിൽ ഞങ്ങൾക്ക് നിരാശയുണ്ടെന്ന് ഞങ്ങളും പറഞ്ഞിരുന്നു. അതുതന്നെയാണ് ജാനു ഇപ്പോൾ പറഞ്ഞത്. ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, അവർക്ക് പട്ടികവർഗ കമ്മീഷൻ്റെ അംഗത്വം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു, അത് കിട്ടിയില്ല എന്ന് അവരും പറഞ്ഞു. ഇത് സ്വാഭാവികമായും അങ്ങനെ ഒരു വാഗ്ദാനം ചെയ്തപ്പോൾ അത് കിട്ടാതെ വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വിശ്വാസികളും അണികളും ഒക്കെ നിരന്തരമായി ശ്രീ വെള്ളാപ്പള്ളി സാറിനോട് ഞങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയുന്ന ഒരു സ്വാഭാവിക മറുപടി ഇതാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് എന്താ കാര്യം? ഒന്നുമില്ലെങ്കിൽ പിന്നെ അവസാനിപ്പിക്കുന്നതാണ് ബുദ്ധി. അങ്ങനെയല്ല. ഞങ്ങൾ അല്ലല്ല, ഇത് സത്യസന്ധമായ കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നുള്ളത്. 60 വർഷക്കാലം ഇവിടുത്തെ കേരളത്തിലെ 2 മുന്നണികളും ഞങ്ങളെ വഞ്ചിച്ചതിൻ്റെ ഫലമായി, അല്ലെങ്കിൽ പീഡിപ്പിച്ചതിൻ്റെ ഫലമായി, നാണം കെടുത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങളൊരു പാർട്ടി ഉണ്ടാക്കി. ഇപ്പോൾ ദേശീയ ഗവൺമെന്റ് നമ്മൾ BDJSന്റെ കാലം മുതൽ, രൂപീകരണ കാലം മുതൽ നിങ്ങൾ പറയുന്നതിൻ്റെ ഒരു ചരിത്ര വ്യാഖ്യാനമാണ്. അതൊക്കെ പോട്ടെ, നിങ്ങൾ പറഞ്ഞല്ലോ. ഏതായാലും മാസ്റ്റർ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. ഞങ്ങൾക്ക് പറഞ്ഞ വാഗ്ദാനങ്ങൾ നടന്നില്ല. 2.5 വർഷമായി ബോർഡ് കോർപ്പറേഷൻ, ഇപ്പോൾ പട്ടികവർഗ കമ്മീഷനിലാണ് ജാനുവിൻ്റെ കണ്ണ്, അല്ലെ ജാനുവിന് നൽകാമെന്ന് പറഞ്ഞിരുന്നത്. നിങ്ങളോട് പറഞ്ഞിരുന്ന ബോർഡ് KPMSനോടായാലും BDJSനോടായാലും പറഞ്ഞ ബോർഡ് കോർപ്പറേഷൻ എന്തായിരുന്നു തരാതെ പോയത്? അത് ഞങ്ങൾക്കതേ സംബന്ധിച്ച് ഒരു ധാരണയില്ല. അത് BJP തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ ഗസ്റ്റായിട്ട് വന്നവരാണ്, അതിഥികളാണ്. അപ്പോൾ ഞങ്ങളെ പരിപാലിക്കേണ്ട മാന്യത അതവർ ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. 2.5 വർഷമല്ലേ ആയിട്ടുള്ള, ഇനിയും സമയമുണ്ട്. ഈ തുഷാർ വെള്ളാപ്പള്ളിയുടെ രാജ്യസഭാ അംഗത്വം തുടങ്ങി ഇങ്ങോട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് ഇവരൊരു തീരുമാനം എടുക്കേണ്ടിയിരുന്നത്, അല്ലേ? അവർ അങ്ങനെ ഒരു ഈ രാജ്യസഭാ മെമ്പർ സ്ഥാനം തരാമെന്നൊന്നും പറഞ്ഞായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ പറയുന്നത് ഇത് ഞങ്ങൾ പ്രധാനമായും ഒന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ബോർഡ് കോർപ്പറേഷൻ നിങ്ങൾ തരാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പറഞ്ഞത്. ഇവിടുത്തെ ഒരു MP സ്ഥാനം കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്കറിയാം. അതൊന്നും ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല.
ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ BJP ആണ് അത് പരിഹരിക്കേണ്ടത്. അവരത് ചെയ്യും എന്ന് തന്നെ വിശ്വാസമുണ്ട്. അതിൻ്റെ പേരിൽ ഞങ്ങൾ BDJസുമായിട്ടോ NDA മുന്നണിയായിട്ടോ യാതൊരു തർക്കവുമില്ല, യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ അങ്ങനെ തുടരാനാണ്. ഞങ്ങളിനി ഇവിടുത്തെ കേരളത്തിലെ UDFനോ LDFനോ ഒപ്പം പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഒരു കോർപ്പറേഷൻ സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുന്നണി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് തെറ്റാണ്. അദ്ദേഹം പറഞ്ഞത് തെറ്റല്ല, അദ്ദേഹം പറഞ്ഞാണ് ശരി. അദ്ദേഹം പറഞ്ഞത് താങ്കൾ പറഞ്ഞത് ഒരുപോലെയല്ല, ഒരു ഭാഗം മാത്രമേ ശരിയാവുന്നുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തുടരുന്നതിൽ അർത്ഥമില്ല. അമിത്ഷായെ കൂടി കണ്ടു കഴിഞ്ഞാൽ ഈ ബന്ധം അവസാനിക്കും, അതേക്കുറിച്ച് BDJS ആലോചിക്കും എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. അതെ, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശമുണ്ട്. അത് BDJസിൻ്റെ അഭിപ്രായം തുഷാർജി പറഞ്ഞു കഴിഞ്ഞു. ഇത് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾക്ക് ഈ സ്ഥാനങ്ങൾ ഇനി കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ ഈ BDJസും BJP ആയിട്ടുള്ള NDA ബന്ധത്തിൽ തുടരാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രീ പത്മകുമാർ, BDJS എന്ന് പറയുന്നത് ഒരു സാങ്കേതിക അർത്ഥത്തിലുള്ള പാർട്ടി മാത്രമാണ്. അതിൻ്റെ ജീവാത്മാവും പരമാത്മാവും എല്ലാം വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശനും SNDPയും നേതൃത്വം കൊടുത്ത് രൂപപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ സംവിധാനം അതുതന്നെയായിരുന്നു BJPക്ക് BDJസിനോടുള്ള താല്പര്യവും, അതുതന്നെയായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു സാധ്യതയും. അവിടെ നിന്നുയരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നന്ദികേടിൻ്റെ രാഷ്ട്രീയം നിങ്ങൾ കാഴ്ചവെച്ചു എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. കൊടുക്കാനുള്ളത് അങ്ങ് കൊടുത്തുകൂടെ, ഇങ്ങനെ പറയിപ്പിക്കണോ ശ്രീ പത്മകുമാർ? ഇല്ല, അത്തരത്തിൽ NDA മുന്നണിക്കകത്ത് ഇത്തരത്തിലൊരു പ്രശ്നമുള്ളതായിട്ട് ഞങ്ങളെവിടെയും കേട്ടിട്ടില്ല. അത്തരത്തിൽ NDAയുടെ മീറ്റിംഗ് കൂടിയാണ് NDAയ്ക്കകത്തുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് അതിനകത്ത് ഇതുവരെ ഇത്തരത്തിലൊരു കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരികയോ ഇങ്ങനെ കൊടുക്കാമെന്ന് പറയുകയോ കൊടുക്കാതിരിക്കുമെന്ന് പറഞ്ഞിട്ട് അവരാണ് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത്. കേരളത്തിലെ NDA ആണ്, BJP അല്ല. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് BJPയുടെ അഭിപ്രായം ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചർച്ചയിലൂടെ പരിഹരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ SNDPയെ സംബന്ധിച്ചിടത്തോളം പത്മകുമാർ, ആ വാദം നിലനിൽക്കില്ല. കാരണം SNDP യോഗം ജനറൽ സെക്രട്ടറി കൂടിയായ വെള്ളാപ്പള്ളി നടേശൻ അക്കമിട്ട് നിരത്തുന്നു. വളരെ കൃത്യമായി കൊടുക്കാം എന്ന് പറയുന്നതല്ലാതെ, എന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കാമെന്ന് പറയുന്നതല്ലാതെ കൊടുക്കുന്നില്ല. ഇതിൽ ഒന്നും നിങ്ങളുടെ ഒന്നും കാർമ്മികത്വത്തിൽ കൊടുത്ത ഉറപ്പുകളല്ല. പ്രധാനമന്ത്രിയിൽ നിന്ന്, അമിത്ഷായിൽ നിന്ന് ഇവരെല്ലാം ഈ ഉറപ്പുകൾ ഇവിടെ നൽകും, ദില്ലിയിൽ ചെല്ലുമ്പോൾ മറക്കുന്നു. ഒന്ന്. എന്തെങ്കിലും തടസ്സങ്ങളുള്ളതായി അദ്ദേഹത്തിനും അറിയില്ല. ഈ നിലയിൽ ആണ് അദ്ദേഹം പരസ്യമായി ചോദിക്കുന്നത്. ആ പരസ്യമായി ചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപമാനകരമായി തോന്നുന്നുവെങ്കിൽ അങ്ങനെ ചോദിപ്പിക്കാതിരിക്കണം. അല്ലെങ്കിൽ വീണ്ടും അദ്ദേഹത്തെക്കുറിച്ച് ചോദിപ്പിക്കുകയും ഞങ്ങൾ മുന്നണി വിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. അല്ല, കേരളത്തിൽ ഈ നിലാണ്ട മാസ്റ്റർ പറഞ്ഞതുപോലെ രണ്ട് മുന്നണികൾ, ആ രണ്ട് മുന്നണികൾക്ക് ബദലായി ജയിക്കാൻ കഴിയുന്ന, അധികാരത്തിലെത്താൻ കഴിയുന്ന ഒരു മുന്നണിയായി NDA മാറിയിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ ഈ കേരളത്തിലെ കറണ്ട് പൊളിറ്റിക്സ് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു മൂന്നാമത്തെ അല്ല രണ്ടാമത്തെ ബദൽ എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിയും BDJസും ഒക്കെ ഉൾപ്പെടുന്ന ആവർത്തിച്ചത് ആദ്യം തന്നെ ഒരു രാഷ്ട്രീയ തർക്കവും അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല. അതൊക്കെ രണ്ടാമതേ ഉള്ളൂ അവരെ സംബന്ധിച്ച്. ആദ്യം ഇതാണ്, ഞങ്ങൾക്ക് കിട്ടാം, ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ അധികാരത്തിന്റെ അവസരങ്ങൾ എവിടെ? അത് കൊടുക്കേണ്ടത് PC തോമസ് അല്ല, അത് BJP തന്നെയാണ്. സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് വളരെ വ്യക്തമായിട്ട് ഒരു സംശയത്തിനും ഇട നൽകാതെ പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ UP തെരഞ്ഞെടുപ്പ് ഈ 11-ാം തീയതി കഴിയുമ്പോൾ സംബന്ധിച്ച് അതിനോട് തീരുമാനം. ഇപ്പോൾ ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള തീരുമാനം ഈ സംസ്ഥാന കമ്മിറ്റിക്ക് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ NDA തന്നെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് കേന്ദ്രത്തിൻ്റെ പരിഗണനയിലാണ്. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഖ്യാപിത നിലപാട് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ബിഞ്ച് പോലും പുറകോട്ട് പോകില്ല. പിന്നെ അദ്ദേഹത്തിന് SNDPയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരു വലിയ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാം. ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ BDJS അഭിപ്രായം NDAക്കകത്താണ് പറയുന്നത്. അത് അവർ ഒരിക്കലും BJPയുടെ അല്ലെങ്കിൽ NDAയുടെ സുഗമമായ മുന്നോട്ട് പോക്കിന് തടസ്സം ചെയ്യുന്ന ഒരു നിലപാട് ഇതുവരെ എടുത്തിട്ടില്ല. ശ്രീ CK വിദ്യാസാഗർ, ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെയൊക്കെ പറയുന്നു. വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്, വെള്ളാപ്പള്ളി നടേശനെ നന്നായി അറിയാം. ഒന്നും കാണാതെ പറയുന്നയാളല്ല വെള്ളാപ്പള്ളി നടേശൻ എന്നിരിക്കെ ഇത് ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുപോകലിൻ്റെ വർത്തമാനമാണോ അതോ വിലപേശലിൻ്റെ വർത്തമാനമാണോ ഒരു വിരട്ടലാണോ? എന്താകാം വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ മനസ്സ് തുറന്നതിൻ്റെ പിന്നിൽ? വെള്ളാപ്പള്ളി നടേശൻ നല്ല ഒരു കച്ചവടക്കാരനാണ്, നല്ല ബിസിനസ്സുകാരനാണ്. അദ്ദേഹം നല്ല കച്ചവടക്കാരനായതിന് ശേഷമാണ് ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്നത് തന്നെ. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഇത് ഒരു വെടിക്ക് രണ്ട് പക്ഷിയെ ഉന്നം വെച്ചിട്ട് നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്.
അതിൽ ഒരു പക്ഷി എന്ന് പറയുന്നത് ഇവിടെ മിസ്റ്റർ പത്മകുമാറിൻ്റെ പാർട്ടിക്കാരെ കൊടുക്കാമെന്ന് പറഞ്ഞതൊന്നും കൊടുത്തിട്ടില്ല. അവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് ഇടുക എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് വലിയ പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല. അതിലൊക്കെ പ്രധാനം കൊടുക്കാമെന്ന് പറഞ്ഞ കച്ചവടത്തിൽ ഒന്ന് വെച്ചാൽ 4 ലാഭം ഉണ്ടാക്കാൻ അറിയുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കച്ചവടത്തിൽ മാത്രം വ്യാപൃതനാകുന്ന വ്യക്തിയാണ് മിസ്റ്റർ നടേശൻ. അപ്പോൾ അത് മിസ്റ്റർ പത്മകുമാറിൻ്റെ പാർട്ടിക്കാരെല്ലാവരും കൂടെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പോൾ അതിൽ ഈ 1 വെച്ചാൽ 4 പോയിട്ട് 1 വെച്ചാൽ 1 പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നതിൻ്റെ വിഷമം ഒരു വശത്ത്. അതോടൊപ്പം ഈ പറച്ചിലിന് വേറൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ ഇവിടെ വിവിധ കേന്ദ്രങ്ങളിലായി അന്വേഷണം നടന്നു വന്നുകൊണ്ടിരിക്കുന്ന കേസുകൾ പലതും അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ അനന്തരഫലങ്ങൾ വളരെ ദൂരവ്യാപകമായ ദുർഫലങ്ങൾ ഉണ്ടായേക്കുമോ എന്ന് അദ്ദേഹത്തിന് ഭീതിയുണ്ട്. അപ്പോൾ ഇടതുപക്ഷ സർക്കാർ ഒരു ചെറിയ കണ്ണുവാട്ടം കാണിച്ചാൽ ഒരുപക്ഷെ ഈ കേസ് നടപടികളും നിയമ നടപടികളുമൊക്കെ കുറേയെല്ലാം താമസിപ്പിക്കാനും അതല്ലെങ്കിൽ അതൊക്കെ കുറേയെല്ലാം മയപ്പെടുത്താനും ഒക്കെ കഴിഞ്ഞേക്കും എന്ന ഒരു കണക്കുകൂട്ടൽ വെള്ളാപ്പള്ളി നടേശനുണ്ട്. അതിനു വേണ്ടിയിട്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പല ഉന്നത നേതാക്കളുമായിട്ട് സൗഹൃദങ്ങളും അമിത സൗഹൃദങ്ങളും ഒക്കെ സ്ഥാപിക്കാനായിട്ട് അദ്ദേഹം ധാരാളമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആ ശ്രമങ്ങളിൽ ചിലതൊക്കെ വിജയിക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ നാട്ടുകാർ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എനിക്കതിനെ പറ്റിയിട്ട് വ്യക്തമായ ധാരണയില്ല. പക്ഷേ ഇപ്പോൾ ഈ പ്രസ്താവന അതിൻ്റെ ലക്ഷ്യം BJP ആയിട്ട് ഇതാ ഞാൻ ബന്ധങ്ങളൊക്കെ വിട്ടിരിക്കുന്നു, ഞാനും എൻ്റെ പുത്രനും ഒക്കെ ബന്ധങ്ങളൊക്കെ വിട്ടിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളെ ഇനി ഈ കേസിൻ്റെ കാര്യമൊന്നും പറഞ്ഞ് ഞങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകരുത് എന്ന ഒരു തന്ത്രപരമായ സമീപനം. അതാണ് ഒരു വെടിക്ക് 2 പക്ഷി എന്ന് ഞാൻ പറഞ്ഞത്. അതിൽ രണ്ടാമത്തെ വെടി ഉന്നം വെച്ചിരിക്കുന്നത് LDFനെയാണ്. ആദ്യത്തെ വെടി ഈ പറഞ്ഞ പോലെ ഈ കച്ചവടത്തിൽ ലാഭം കിട്ടാതെ പോകുന്നതിനുള്ള അതിൻ്റെ അമർഷവും എല്ലാം കൂടി BJPക്കാർക്കെതിരെയുള്ള ഒരു വെടിയും. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അക്കീരമൺ, വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ BJPയുമായി മുന്നോട്ട് പോകുന്നത് സഹകരിക്കുന്നതിൽ അർത്ഥമില്ല, BDJS വേണ്ടത് തീരുമാനിക്കും, പറഞ്ഞ വാക്കുകളൊന്നും BJP പാലിച്ചിട്ടില്ല, മുന്നണി ബന്ധം വിച്ഛേദിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീക്കുന്നതിനെക്കുറിച്ചാണ് വെള്ളാപ്പള്ളി തുറന്നു പറഞ്ഞത്. ശ്രീ അക്കീരമൺ യോജിക്കുന്നുണ്ടോ? വെള്ളാപ്പള്ളി നടേശൻ അവർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സംഘടനയുടെ നിലപാടുകളാണ്. ഞങ്ങളെക്കുറിച്ചുള്ള ആൾക്കാർ ഈ സംഘടനയിൽ വന്നിരിക്കുന്നത് സാമൂഹ്യ അനീതി അനുഭവിക്കുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സാമൂഹ്യ അനീതികൾ അനുഭവിക്കുന്ന ഒരുപാട് വിഭാഗങ്ങളാണ്. ഈ ഇപ്പൊ ഹിന്ദു മതത്തിന്റെ ആയാലും അല്ലാതെയുമുള്ള അനവധി ആൾക്കാരുണ്ട്. അതേപോലെ മറ്റു രാഷ്ട്രീയക്കാരുള്ള വിരോധം കൊണ്ട് പറയുന്നതല്ല. പക്ഷേ ഇത് വെള്ളാപ്പള്ളി അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹം പറയട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കൊണ്ട് മാത്രം പക്ഷേ അഖിരവൺ, താങ്കൾക്ക് വ്യക്തിപരമായി അങ്ങനെയൊന്നും ഉണ്ടാകുമായിരിക്കില്ല. താങ്കൾ പറയുന്ന പോലെ വെള്ളാപ്പള്ളി ഒന്ന് പറഞ്ഞാൽ അത് അവഗണിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന പാർട്ടി ഒന്നുമല്ല BDJS. അങ്ങനെ വാദത്തിന് വേണ്ടി താങ്കൾ പറഞ്ഞാൽ പോലും ആർക്കും അംഗീകരിക്കാനാകില്ല. അദ്ദേഹത്തിൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ഏതെങ്കിലും തരത്തിൽ ഇവർക്കിടയിൽ ഇക്കാര്യത്തിലൊന്നും പരസ്യമായോ രഹസ്യമായോ ഭിന്നതയൊന്നുമില്ല. 1. 2, BJPയിൽ നിന്ന് കൃത്യം പറയുന്നു, ബോർഡ് കോർപ്പറേഷൻ പോലെയുള്ള കാര്യങ്ങൾ 2.5 വർഷമായിട്ട് കിട്ടുന്നില്ല. ഒന്നാമത്തെ പ്രശ്നം. 2, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അത് വളരെ പ്രധാനപ്പെട്ടതാണ്, നിലനിൽക്കുന്ന കേസുകൾ, ആ കേസുകൾ മുറുകി മുന്നോട്ട് പോയാൽ ഉണ്ടാകാവുന്ന അപകടങ്ങൾ, അവിടെ സർക്കാരിനെ മയപ്പെടുത്തേണ്ടതുണ്ട്, CPMനുള്ള കടുത്ത എതിർപ്പിനെ ലഘൂകരിക്കേണ്ടതുണ്ട്. അതിനൊരു പരിശ്രമം കൂടി ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെടിക്ക് 2 പക്ഷി എന്ന നിലയിലാകാം. അത് അങ്ങനെയൊക്കെ വന്നാൽ ശ്രീ അക്കീരമണൊക്കെ കാണുന്നതിനപ്പുറമുള്ളൊരു രാഷ്ട്രീയമായിരിക്കും വെള്ളാപ്പള്ളി കാണുന്നത്. അല്ല, അത് അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയത്തെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഇവിടെ ഒരു കുഴപ്പമുണ്ടാക്കാൻ പോകുമെന്ന് തോന്നുന്നില്ല. BDJS എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നത് പോലെ അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയല്ല. ഇപ്പൊ നിങ്ങൾ പുറമെ കാണുന്ന അവസ്ഥയല്ല. ശരിക്കും സംഘടനാ രൂപങ്ങൾ ശക്തമായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം SNDP യോഗത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള അദ്ദേഹം അവിടുത്തെ അവസ്ഥകൾ, ഈ രാഷ്ട്രീയപരമായിട്ടുള്ള അക്കോമഡേഷനൊക്കെ, അതൊക്കെ എല്ലാവരും പറയും. വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല, എല്ലാവരും പറയുന്ന രാഷ്ട്രീയമാണ്. പക്ഷെ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം സംശുദ്ധമാകണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വക വിഷയങ്ങളിലൊന്നുമല്ല ഞങ്ങളുടെ അവസ്ഥ. ശരി, BDJS ഇക്കാര്യങ്ങൾ ആലോചിക്കണം എന്നുകൂടി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. BDJS അങ്ങനെ ആലോചിച്ചാൽ, വ്യത്യസ്തമായി ആലോചിച്ചാൽ താങ്കൾ വ്യക്തിപരമായി എടുക്കാൻ പോകുന്ന ഒരു നിലപാട് കൃത്യമായി എന്താകും? BDJS ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാടുകൾ ഈ ഇവിടെ അനീതി അനുഭവിക്കുന്നവർക്ക് നീതി കിട്ടാൻ വേണ്ടിയുള്ള പ്രസ്ഥാനമാണ്. പെട്ടെന്നൊരു
സ്ഥാനമാനങ്ങൾ മാത്രം കിട്ടി തൃപ്തിപ്പെടാൻ വേണ്ടി അല്ല ഞങ്ങളാരും ഈ നിലപാട് നിൽക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അക്കിരമൺ അത് എന്ത് പറഞ്ഞാലും ഇതിന്റെ ഏറ്റവും വലിയ ശക്തി BJP അടക്കം കാണുന്നത് അതിന്റെ ആ ഒരു SNDP പിന്തുണ എന്നത് തന്നെയാണ്. ആ പിന്തുണയിൽ ചോർച്ചയുണ്ടായാൽ അവരും പുനരാലോചിക്കേണ്ടി വരും. അത് തന്നെയാണ് BDJSന്റെ കരുത്തെങ്കിൽ താങ്കളെ പോലുള്ളവരുടെ വാദം ആ പാർട്ടിക്കകത്ത് ദുർബലമാകും, ക്ഷീണിക്കും. അല്ലാതെ ഞങ്ങളും ഈ രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ, ഞങ്ങളുടെ ഗ്രീവൻസ് ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുമല്ലോ. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിടത്തോളം തുഷാറാണ്, അദ്ദേഹമാണ് ഇതിന്റെ പ്രസിഡന്റ്. അദ്ദേഹം സംസാരിച്ച പാർട്ടിയും ഒക്കെ കൂട്ടി വായിച്ചപ്പോഴും എനിക്കറിയാവുന്ന വെള്ളാപ്പള്ളി നടേശനുമായിട്ടും ഒക്കെ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം ആ സംഘടനയ്ക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. ആ നിലയ്ക്ക് ഈ രാഷ്ട്രീയത്തിൽ ഇവിടെ ഇപ്പൊ രാഷ്ട്രീയം പറയുന്ന പല ആൾക്കാരും ചർച്ച ചെയ്യാൻ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇവരൊക്കെ പല ഘട്ടങ്ങളിലും അഭിപ്രായം പറയുന്നതും തിരിച്ചു പറയുന്നതും കേട്ടിട്ടുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ സമൂഹത്തിൽ ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങളുടെ ഗ്രീവൻസ് ഇപ്പൊ പെട്ടെന്നൊരു ചെയർമാൻ ആയതുകൊണ്ടൊന്നും നന്ദി ശ്രീ അക്കീർമൺ കാളിദാസ് ഞങ്ങളോട് സഹകരിച്ചതിനും അഭിപ്രായം പറഞ്ഞതിന്. ഏതായാലും വെള്ളാപ്പള്ളിയുടെ ആ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. BDJS നിലനിൽക്കുന്ന മുന്നണി സംവിധാനത്തിൽ മുന്നോട്ട് തന്നെ പോകേണ്ടതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. ശ്രീ പത്മകുമാർ, നേരത്തെ ശ്രീ CK വിദ്യാസാഗർ പറഞ്ഞ കാര്യങ്ങൾ തള്ളിക്കളയാവുന്നതല്ല എങ്കിൽ തുറന്ന മനസ്സോടെ വെള്ളാപ്പള്ളിയെ ന്യായീകരിക്കാനും ഡിഫെൻഡ് ചെയ്യാനും ഒന്നും ഇറങ്ങാൻ പറ്റാത്ത മുൻപ് പല ഘട്ടങ്ങളിലും നിങ്ങൾക്കുണ്ടായ അതേ അവസ്ഥ മൈക്രോ ഫിനാൻസ് കേസ് മുറുകി വന്ന ഘട്ടത്തിൽ അനുഭവിച്ചതുപോലെ തന്നെ ഉണ്ടാകാം. കാരണം ഇത്തരം കണക്കുകൂട്ടലുകൾ വെള്ളാപ്പള്ളിക്കില്ല എന്ന് ഉറക്കത്തിൽ പോലും വിശ്വസിക്കാൻ നിങ്ങൾക്കുമാവില്ല. കാരണം അതിൻ്റെയൊക്കെ ആവശ്യകത അദ്ദേഹത്തിനുണ്ടല്ലോ. അല്ല, SNDP എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കുട പിടിക്കുന്ന അല്ലെങ്കിൽ അവരുടെ വാലായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം SNDPയുടെ താല്പര്യവും അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ സ്വഭാവമുള്ള ആളുകൾ അതിനകത്ത് പ്രവർത്തിക്കും. അതേസമയം BDJS എന്ന് പറയുന്നത് NDAയുടെ ഒരു പാർട്ണറാണ്. ഈ പറഞ്ഞതുപോലെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് 2.5 വർഷമായി ഇത്തരത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ NDAയിൽ ഘടകകക്ഷിയായ BDJSനോ മറ്റാർക്കും ഒന്നും കൊടുത്തില്ല എന്നൊരു അർത്ഥമില്ല. കാര്യം ഒരു NDA എന്ന് പറഞ്ഞൊരു സഖ്യം രൂപപ്പെട്ട് ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നെയാണ്. അപ്പോൾ അതിന് ശേഷം വന്നിട്ടുള്ള കാര്യം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളതിൽ കേന്ദ്രം ഭരിക്കുമ്പോൾ അതിൽ ജനാധിപത്യപരമായ രീതിയിൽ ചില രാഷ്ട്രീയ അധികാരങ്ങൾ വേണം. അത് ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാമല്ലോ, ഞങ്ങൾ അധികാരം എന്നുള്ളത് ഞങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ളൊരു മാർഗമായിട്ടാണ് അധികാരത്തെ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളിനെ അദ്ദേഹം തുറന്നു പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇത്രയും കാലം പ്രതീക്ഷിച്ചിരുന്നു, ഒരു അധികാരത്തിൻ്റെ ഒരു സ്ഥാനം പോലും ലഭിച്ചിട്ടില്ല. മാത്രവുമല്ല ശ്രീ പത്മകുമാർ, മറ്റ് മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട ആ കേസുകൾ ശക്തമാക്കി മുന്നോട്ട് ഇപ്പോൾ VS തന്നെ ആ കേസുകൾ നടപ്പാക്കുന്ന വിജിലൻസ് ഡയറക്ടർക്കെതിരെ പരസ്യമായ വിമർശനം ഉന്നയിച്ചു. കേസുകൾ നേരത്തെ CK വിദ്യാസാഗർ പറഞ്ഞ പോലെ താമസിപ്പിക്കാൻ കഴിഞ്ഞാൽ അനന്തമായി നീളാം. അതാണ് കേരളത്തിൻ്റെ അന്വേഷണ ശൈലി. അത് ആഗ്രഹിച്ചാൽ അദ്ദേഹം പറയുന്നത് പോലെ BJPയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചേ പറ്റൂ. അതിന് അത്തരമൊരു വലിയ മതേതര കാഴ്ചപ്പാടൊക്കെ കാഴ്ചവെക്കുന്നു എന്ന് രാഷ്ട്രീയമായി ബോധ്യപ്പെടുത്താനൊക്കെയുള്ള ആഗ്രഹങ്ങൾ വെള്ളാപ്പള്ളിക്കുണ്ടെങ്കിൽ അതൊന്നും കരുതാതെ ചുമ്മാ പോകാൻ കഴിയില്ലല്ലോ BJPയെ സംബന്ധിച്ചും. അല്ല, അതാണല്ലോ, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അങ്ങനെയാണോ ഒരു ഗവൺമെൻറ് പ്രവർത്തിക്കേണ്ടത്? ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അനുഭവം പ്രകടിപ്പിക്കുമ്പോൾ അന്വേഷണം ചെറുതാക്കുക അല്ലെങ്കിൽ ലഘൂകരിക്കുക. ഈ അന്വേഷണത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ട് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നുള്ളതല്ലേ സത്യം. അതാണ് യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞത് സർക്കാരിൻ്റെ ഭാഗമല്ല, വെള്ളാപ്പള്ളി നടേശൻ ആഗ്രഹിക്കാനിടയുള്ള. നേരത്തെ CK വിദ്യാസാഗറാണ് അത്തരം ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണവും വിമർശനവും ഉന്നയിച്ചത്. അല്ല, ഞാൻ അദ്ദേഹം എന്താഗ്രഹിക്കുന്നു എന്നുള്ളതല്ല, അദ്ദേഹത്തിന് SNDPയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ളതിൽ SNDPയുടെ താല്പര്യമായിരിക്കണം സംരക്ഷിക്കണം. ഞാൻ പറയുന്നത് രാഷ്ട്രീയ അഭിപ്രായമാണ്. BJPയുടെ ഒരു പ്രതിനിധി എന്നുള്ളതിൽ NDAയുടെ ഒരു പ്രധാന കക്ഷി എന്നുള്ളതിൽ NDAക്കകത്ത് അത്തരത്തിലൊരു പ്രശ്നം വന്നിട്ടില്ല. വളരെ ശക്തമായിട്ട് കേരളത്തിൽ ഒരു മൂന്നാമതൊരു ശക്തിയായി ഉയർന്നു വന്ന് അധികാരത്തിലെത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സഖ്യമായിട്ട് വരുന്നുണ്ട്. അതിൽ നേരത്തെ അക്കീരമൺ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തെ ഏറ്റവും ദരിദ്രരായ ആളുകളെ, പാവപ്പെട്ട പ്രത്യേകിച്ചും ആദിവാസി ദളിത് സമൂഹത്തിൻ്റെ ഉന്നമനമാണ് ലക്ഷ്യം. അതിന് ഏതെങ്കിലും ഒരാളിനെ എന്നുള്ളതല്ല, പൊതുവായ ആ പറഞ്ഞ വാദത്തെ നിരാകരിക്കുന്നതാണ് വെള്ളാപ്പള്ളിയുടെ വാദം. CK ജാനുവിനെ വിളിച്ചിറക്കി പ്രലോഭിപ്പിച്ച് നിങ്ങൾ കൊണ്ടുവന്നു, വഴിയാധാരമാക്കി. ഇതാണ്
അദ്ദേഹം പറഞ്ഞതിലെ വളരെ പ്രധാനപ്പെട്ട പരാമർശം. പത്മകുമാർ, അത് ഒഴിവായി പോകാൻ പറ്റുന്ന ഒരു വിമർശനമല്ല വെള്ളാപ്പള്ളി ഉന്നയിച്ചത്. CK ജാനു ഉൾപ്പെടെ അങ്ങനെ ചിന്തിക്കുമെന്ന് തോന്നുന്നില്ല. CK ജാനു ഏതെങ്കിലും ഒരു നേരത്തെ നീലകണ്ഠൻ മാസ്റ്റർ പറഞ്ഞിട്ടില്ലേ, CK ജാനു അടക്കമുള്ള വിമർശനം ഉന്നയിച്ചല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അധികാരം, ജനാധിപത്യത്തിൽ അധികാരം ഒരു പ്രധാന ഘടകം തന്നെയാണ്. അതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള, ഇത് മാത്രമാണ് ഇതിനുള്ള പരിഹാരം എന്നുള്ളതല്ല. BJP കേന്ദ്രത്തിൽ NDA ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദിവാസികളുടെയും പട്ടികജാതി പട്ടികവർഗക്കാരുടെയും ജീവിതം അവരുടെ കൈപിടിച്ച് പൊതുസമൂഹത്തോട് ഉയർത്തുക എന്നുള്ളത്. അധികാരവും വേണം. അതിലൊന്നും ഇപ്പോൾ പത്മകുമാർ ഇപ്പോൾ ചർച്ചയിൽ പറയുന്ന ആ ഭാഗമുണ്ടല്ലോ, പക്ഷെ അതിന് പ്രായോഗിക തലത്തിൽ ഒരു സമീപനവും ഉണ്ടായില്ല. CK ജാനുവിൻ്റെ സമീപനത്തിലായാലും KPMSനോടുള്ള സമീപനത്തിലായാലും SNDPയുടെ അക്കാര്യത്തിലുള്ള വിമർശനം വെള്ളാപ്പള്ളി നടേശനും. പിന്നെ എങ്ങനെയാണ് BJPക്ക് കേരളത്തിൽ ഒരു പുതിയ മുന്നണിയെ വളരെ സമർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? ഒരു വിമർശനവും ഒരു പരാജയവുമാണ് വെള്ളാപ്പള്ളിയുടെ ആ കുറ്റപ്പെടുത്തലിലൂടെ തെളിയുന്നത്. BJPയുടെ പരാജയത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അത് ചെറുതല്ലല്ലോ. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ ആദ്യമായിട്ട് വിദ്യാസാഗർ സാർ പറഞ്ഞ ഈ കേസിനെ സംബന്ധിച്ച്, വെള്ളാപ്പള്ളി സാറിനെതിരെയുള്ള കേസിനെ സംബന്ധിച്ചാണ്. അദ്ദേഹം ഈ കേസ് കൊണ്ടു നടക്കുന്ന ഒരാളാണ്. പക്ഷേ ഇതുവരെ വെള്ളാപ്പള്ളി നടേശനെതിരായിട്ട് അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഇമേജിനെ പോലും ഒന്ന് ചെറുതായി താഴ്ത്തുന്ന രീതിയിലുള്ള ഒരു നടപടിയും എടുക്കാൻ ഒരു കോടതിക്കും പോലീസിനും ഒന്നും കഴിഞ്ഞിട്ടില്ല. അതങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇവിടെ KPMSനെ സംബന്ധിച്ച് ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് കൊടുത്തൊരു നിവേദനമുണ്ട്. അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതിൽ ഈ മഹാത്മാ അയ്യൻകാളിയുടെ, ഇവിടെ ഇടതു വലതു മുന്നണികൾ അവഗണിച്ച മഹാത്മാ അയ്യൻകാളിയുടെ വെങ്ങാനുള്ള സ്മാരകം ഒരു ദേശീയ നവോത്ഥാന പൈതൃക സമ്പത്തായി സംരക്ഷിക്കുന്നതിന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അത് പ്രധാനമന്ത്രി 2 ഘട്ടങ്ങളിൽ നേരിട്ട് അത് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾ അതേ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് റിപ്പോർട്ടുകളൊക്കെ കൊടുത്തു. ഇപ്പോൾ അതിന് 40,55 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് അംഗീകരിച്ചു വന്നു. അത് ITDC ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിനുള്ള എല്ലാ നടപടികളും ഞങ്ങൾ സംതൃപ്തരാണ്. പിന്നെ CK ജാനുവിന്റെ കാര്യത്തിൽ വെള്ളാപ്പള്ളി പറയുന്നതോ അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ? അതുപോലെ CK ജാനു അങ്ങനെ പറഞ്ഞിട്ടില്ല. വെള്ളാപ്പള്ളി സാർ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളെന്നുള്ള അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ ഒരു അഭിപ്രായം പറഞ്ഞെന്നുള്ളതാണ്. അതല്ല അതിൻ്റെ പേരിൽ ഇവിടെ BDJSഉം BJPയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തോട് അങ്ങനെ ശ്രമിക്കുകയാണത്. അതിനകത്തൊരു യാഥാർത്ഥ്യത്തില്ല. വെള്ളാപ്പള്ളിയല്ല, അത് മീഡിയയാണ് ശ്രമിക്കുന്നത്. വെള്ളാപ്പള്ളിക്ക് ഒരു പങ്കുമില്ല. ആ വെള്ളാപ്പള്ളി പറഞ്ഞത് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കാണ് പഴി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രീ നീലകണ്ഠൻ മാസ്റ്റർ താങ്കൾ നേരിട്ട് കേട്ടതല്ലേ? ഒരു വളച്ചുകെട്ടുമില്ലാതെ അദ്ദേഹം നല്ല ശുദ്ധ ഗ്രാമ്യ ഭാഷയിലല്ലേ ശ്രീ പത്മകുമാർ കേട്ടതല്ലേ അത്? അതെ, അദ്ദേഹം ഈ കേരളത്തിൽ അദ്ദേഹത്തെ മാധ്യമങ്ങളാണ് ഒരു ലോക ന്യൂസ് സ്റ്റാറാക്കി മാറ്റിയത്. അദ്ദേഹം മുഖം നോക്കാതെ ആരുടെ അഭിപ്രായം പറയുന്നതാണ്. ഞങ്ങൾക്കൊരു തലവേദനയില്ല. അദ്ദേഹം ഞങ്ങളുടെ ഒരു മെൻറ്ററാണ്. പറഞ്ഞു വന്നതിലും അതുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാദം ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. പക്ഷേ അദ്ദേഹത്തിന്റെ മകൻ തുഷാറാണ് ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ശ്രീ CK വിദ്യാസാഗർ, ഇവിടെ CK ജാനുവിനെയും കൂടി കൂട്ടുപിടിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി BJPക്കെതിരെ ഒരു ആക്രമണം നടത്തുന്നത്. അതിവർ പറയുന്നത് പോലെ ബോർഡ് കോർപ്പറേഷൻ കിട്ടാതെ വരികയും അത് കിട്ടിയാൽ തീരുകയും ചെയ്യുന്ന ഒരു പ്രശ്നം മാത്രമായി തീരുന്നതാണോ? നേരത്തെ മൈക്രോ ഫിനാൻസ് അടക്കമുള്ള കേസുകൾ പറഞ്ഞു. ഹൈക്കോടതിയിൽ SNDP യോഗത്തിൻ്റെ ബൈലോയുമായി ബന്ധപ്പെട്ട ഒരു കേസ് നിലനിൽക്കുന്നു. സർക്കാരിൻ്റെ നിലപാട് അതിൽ പ്രധാനമാണ് എന്ന് കരുതാൻ ഇടയുണ്ടോ? CPMനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി CPM ഒരുപക്ഷെ ഇന്ന് ശ്രീ ആനത്തലോട്ട് ആനന്ദനൊക്കെ ഒരു തരത്തിലും അത്തരമൊരു ഭാഗത്തേക്ക് വെള്ളാപ്പള്ളി നോക്കണ്ട എന്ന നിലയിലാണ് പ്രതികരിച്ചത്. പക്ഷേ വെള്ളാപ്പള്ളിയുടെ കണ്ണ് ഇടത്തേക്ക് എന്നുണ്ടോ? ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് നീലകണ്ഠൻ മാസ്റ്റർക്കും ശ്രീമതി ജാനുവിനും അതുപോലെ വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിക്കും ഒക്കെ തെറ്റിപ്പോയ ഒരു കണക്കുണ്ട്. എല്ലാവരും നല്ല കണക്കുകൂട്ടലുകാരാണ്, കണക്ക് കൂട്ടാൻ സമർത്ഥരുമാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് അവരെ പറ്റിയൊക്കെ മതിപ്പുവാണ്. പിന്നെ അവർക്കെല്ലാം നല്ല സ്ഥാനങ്ങളെല്ലാം ലഭിക്കുന്നത് കാണുക എന്ന് പറയുന്നത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അവരൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്. പക്ഷേ അവരുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചത് BJPക്ക് അങ്ങനെ അമിതമായിട്ട് ഇവരെ എല്ലാം ഉയർത്തിക്കൊണ്ട് വരുവാനുള്ള ഒരു താല്പര്യം കേരളത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വിഷമമാണ്. കാരണം BJPയുടെ കൂട്ടത്തിൽ തന്നെ 4 പതിറ്റാണ്ടായിട്ട് ഈ പ്രസ്ഥാനവുമായിട്ട് നടന്ന് ചെരുപ്പ് തേച്ച് നടക്കുന്ന നേതാക്കന്മാർ, നല്ല കഴിവുള്ള മിടുമിടുക്കന്മാരായിട്ടുള്ള നേതാക്കന്മാർ മിസ്റ്റർ പത്മകുമാറിനെ പോലെയൊക്കെയുള്ള ധാരാളം ആളുകളുണ്ട്. അവരെ എല്ലാം മാറ്റി നിർത്തിയിട്ട് ഇന്നലെ വന്നവരെ എല്ലാം പിടിച്ച് കണ്ടമാനം ഉയർത്താനായിട്ട് കഴിയത്തില്ല. അത് തന്നെയല്ല, ഈ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഇപ്പോൾ KPMSൻ്റെ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ BDJSൻ്റെ മേഖലയിൽ നിന്നും വലിയ നേതാക്കളൊക്കെ അങ്ങനെ പ്രാമാണ്യമുള്ള നേതാക്കന്മാരായിട്ട് ഉയർന്നു വന്നാൽ
BJPക്കും ഈ BDJSനും ഒക്കെ സ്ട്രെങ്ത് കൊടുക്കേണ്ട മേഖല എന്ന് പറയുന്നത് അവർക്കെല്ലാം അണികളെ കിട്ടേണ്ട മേഖല ബേസ് ഒന്ന് തന്നെയാണ്. അത് KPMSന്റെയും SNDPയുടെയും ഒക്കെ മേഖലയിൽ നിന്ന് വേണം BJPക്ക്. അതായത് ഒരു മറുപടി ആവശ്യമുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് കാലത്തെ സോപ്പ് പതപ്പിക്കലേ ഉള്ളൂ. ഈഴവ വോട്ട് ബാങ്കിൽ ശ്രദ്ധിക്കുന്ന BJPക്ക് ഒരു പരിധിക്കപ്പുറം BDJSനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. അതാണ് അദ്ദേഹം പല രീതിയിൽ വ്യാഖ്യാനിച്ച് വിശദീകരിച്ചത്. മാത്രമല്ല സംസ്ഥാന ഘടകത്തിന് പല അതൃപ്തികളും ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളിയുടെ അപ്രമാദിത്വം, ദേശീയ നേതൃത്വവുമായിട്ടുള്ള വലിയ സ്വാധീനം സ്വാഭാവികമായി സംഭവിക്കേണ്ടത് അതിൽ സംഭവിക്കുക എന്നേ നിങ്ങളും കരുതൂ. അതാണ് വിദ്യാസാഗർ പറഞ്ഞു വെച്ചത്. അദ്ദേഹത്തിന് ഞങ്ങളെക്കുറിച്ച് വിലയിരുത്തിയിൽ വന്നൊരു വശമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അധികാരം എന്ന് പറയുന്നത് ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നുള്ളൊരു മാർഗമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെ കുറേ ആളുകളെ എവിടെയെങ്കിലും പ്രതിഷ്ഠിക്കുക എന്നുള്ളതല്ല, ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള പൊതുസമൂഹത്തിന് മുന്നോട്ട് വച്ചിട്ടുള്ള ആശയങ്ങൾ കൂടുതൽ ജനങ്ങൾക്ക് സ്വീകാര്യമായ രീതിയിൽ അവതരിപ്പിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അധികാരം മാത്രമായിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ചു, കേരളത്തിൽ ഒരു താത്വികമായ അവലോകനമല്ല. ഒരു അങ്ങനെയൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു മുന്നണി നടത്തിക്കൊണ്ടു പോകാൻ നിങ്ങൾക്ക് കഴിയാത്ത വിധം നിങ്ങൾ പരാജയമാണെന്ന് സ്വയം സമ്മതിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയെ വളർത്തുമ്പോൾ BDJSന് അതുപോലെ വളരാൻ കഴിയുന്നില്ല, അവർക്ക് കിട്ടുന്നത് കിട്ടുന്നില്ല. നിങ്ങൾക്കടക്കം ഉണ്ടായിരുന്ന വലിയ അതൃപ്തികൾ ശരിയാവട്ടെ എന്ന തോന്നലിലേക്ക് നിങ്ങളും മാറുന്നു. അവിടെയാണ് സ്വാഭാവികമായ ഒരു ചരമക്കുറിപ്പ് വെള്ളാപ്പള്ളി മുൻകൂട്ടി എഴുതുന്നത്. അങ്ങനെയല്ലല്ലോ. ഞങ്ങൾ ഈ സമയത്ത് ഈ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകുമ്പോൾ ഉദ്ദേശിച്ചത് NDA എന്നൊരു സഖ്യമുണ്ടാക്കി അതിൽ ഈ ഏറ്റവും താഴെത്തട്ട ആളുകൾ മുതൽ ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും ഗുണകരമായൊരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നീലകണ്ഠ മാഷ് പറഞ്ഞല്ലോ, അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം അയ്യങ്കാളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്മാരകമാക്കണം, ആ രീതിയിൽ പ്രവർത്തിക്കണം. ഞങ്ങൾ അതുപോലെ തന്നെ ഏറ്റവും കാതലായ പ്രശ്നം ദളിത് ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം ഭൂപ്രശ്നമാണ്. 21ഓളം കേരളത്തിൽ 21ഓളം സ്ഥലങ്ങളിൽ ഭൂപ്രശ്നങ്ങൾ സമരമുണ്ട്. ജാനുവിനെ കൂട്ടുപിടിച്ചാണ് വെള്ളാപ്പള്ളി BJP വെട്ടിലാക്കുന്നത്. ജാനുവിനെ കൂടി കൂട്ടുപിടിച്ചാണ് വെള്ളാപ്പള്ളി BJP വെട്ടിലാക്കുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ 21 സ്ഥലത്തെയും കോർത്തിണക്കിക്കൊണ്ടൊരു വലിയ ഭൂസമരത്തിന് ഞങ്ങൾ നേരത്തെ കൊടുക്കാൻ പോകുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ശരിയാവുന്നത് നിങ്ങൾ സമരം ചെയ്യാൻ പോകുന്നു. വെള്ളാപ്പള്ളിയും ജാനും ഒക്കെ അപകടം മണക്കുന്നത്. വിദ്യാസാഗർ അത് തന്നെയാണോ? എക്സാക്ട്ലി ഇവരുടെ നിലപാടുകളിൽ ഉണ്ടാകാവുന്ന വൈരുദ്ധ്യങ്ങൾ പലതും ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നതിന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പല മേഖലകളിലുള്ള പ്രവർത്തകരുടെയൊക്കെ മനോഭാവങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ്. കാരണം BDJS കണ്ടമാനം വളർന്നാൽ പിന്നെ ഈഴവർ അല്ലെങ്കിൽ SNDP യോഗത്തിൻ്റെ അണികൾ BJPയിലേക്ക് പോകണേ എന്തിനാ? BDJSലേക്ക് വളർന്ന് നല്ലപോലെ പ്രവർത്തിച്ചാൽ പോരെ എന്ന് ചിന്തിക്കൂലേ? അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു പക്ഷേ BJP അത് ബുദ്ധിപരമായ അത് അങ്ങനെ കണ്ടമാനം വളർന്നാൽ അത് ശരിയാവില്ല എന്ന് അവർ തീരുമാനിച്ചാൽ അതൊരു ബുദ്ധിപരമായ കഴിഞ്ഞില്ലെങ്കിൽ പോലും, അതായത് ആ ഒരു ഘട്ടത്തിൽ ഒരു പുതിയ ലാവണം തേടാൻ വെള്ളാപ്പള്ളി അവസരവാദപരമായി തന്നെ മുന്നോട്ട് നീങ്ങിയാൽ, അതല്ലാതെ ഇതിനൊന്നും വേറെ കൃത്യമായ അർത്ഥങ്ങളില്ലല്ലോ, നീങ്ങിയാൽ ഫലം കാണാനിടയുണ്ടോ? അല്ല, അതാണല്ലോ നല്ല കച്ചവടക്കാരൻ്റെ ലക്ഷണം. അതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞേ, അദ്ദേഹം നല്ല അസല് ബിസിനസ്സുകാരനാണെന്ന്. ഈ കച്ചവടം ഗുണപ്പെടുമോ പിഴയ്ക്കുമോ? സൂക്ഷിച്ചിരിക്കുക. കൃത്യസമയത്ത് കൃത്യമായ തീരുമാനം എടുക്കാൻ അറിയുന്ന കച്ചവടക്കാരനാണ് വെള്ളാപ്പള്ളി. വിദ്യാസാഗർ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്നുണ്ട്, രാവിലെയും ആവർത്തിച്ചു കേട്ടു, ആലപ്പുഴയിലെ ചില നേതാക്കളുമായി അമിത സൗഹൃദം വെള്ളാപ്പള്ളിക്ക് CPMനുള്ളിൽ എന്ന നിലയിൽ ഒരു വർത്തമാനം ഞാൻ രാവിലെയും കേട്ടു, ഇപ്പോഴും സൂചിപ്പിച്ചു. എന്താണത്? നിങ്ങൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ മൈക്രോ ഫൈനാൻസ് കേസ്, അതുപോലെ തന്നെ ഈ മറ്റ് പല കേസുകൾ വളരെ സജീവമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിലെല്ലാം ആലപ്പുഴയിലുള്ള ചില ഇടതുപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് വെള്ളാപ്പള്ളി വളരെ അടുത്ത സൗഹൃദം പുലർത്തുകയും ആ കേസുകളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. വ്യക്തതയിലേക്ക് പറയാനായി കാലമായിട്ടില്ല. അതിപ്പോ ചോദിക്കണ്ട. അതിപ്പോ എനിക്ക്
അതിപ്പോ വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രാദേശിക അതിനെ നേതാക്കളാണോ വെളിപ്പെടുത്തേണ്ട അതോ ആവശ്യം ഭരണത്തിൽ വന്നാൽ സ്വാധീനമുള്ള ചർച്ച ചെയ്യാം. CPM എന്നല്ലാതെ നേതാക്കളാണോ ഇപ്പോ CPI നേതാക്കളാണോ? കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടുകൂടി താങ്കൾ പറയണം. അല്ലെങ്കിൽ അത് തെറ്റായ ഒരു പ്രചാരണം താങ്കൾ നടത്തുന്നത് പോലെ വരൂ. ഒരു ബോധ്യവുമില്ലാത്ത ഒരു കാര്യം താങ്കളെ പോലെ ഒരാൾ അല്ല, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ, അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ സ്വാധീനവും കൂടി ഉണ്ടെങ്കിലേ അവിടെ എളുപ്പമാവുകയുള്ളൂ വിജയിക്കാൻ എന്നൊക്കെയുള്ള രീതിയിലുള്ള വിലയിരുത്തലുകളുള്ള പല നേതാക്കന്മാരും ഉണ്ടായിരുന്നു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ. കുറച്ചുകൂടി ഏതായാലും കാണുന്ന മേഖലകളിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. താങ്കൾ ഉദ്ദേശിക്കുന്ന ആലപ്പുഴയിലെ ഇടതുപക്ഷം എന്ന് താങ്കൾ സൗകര്യപൂർവ്വം പറയുന്നത് CPM നേതാക്കളെ കുറിച്ചാണ് എങ്കിൽ ആ CPM-ൽ വളരെ പ്രബലരായ 2 നേതാക്കൾ അവരിന്ന് മന്ത്രിമാരുമാണ്. അവരെയാണോ ഉദ്ദേശിക്കുന്നത്? അവർ രണ്ടുപേരെയാണോ ഉദ്ദേശിക്കുന്നത് അതോ അവരിൽ ഒരാളെയാണോ ഉദ്ദേശിക്കുന്നത്? CPM-ന്റെ പ്രാദേശിക നേതാക്കളും സംസ്ഥാനതല നേതാക്കളും ഒക്കെ വെള്ളാപ്പള്ളി നടേശന്റെ സ്വാധീനത്തെ ആലപ്പുഴ ജില്ലയിൽ അത് തള്ളിക്കളയേണ്ടതില്ല, അതും കൂടെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത് പ്രയോജനപ്പെടുത്തണം എന്ന രീതിയിലുള്ള തന്ത്രപരമായ നിലപാട് സ്വീകരിച്ചിരുന്നു. അതൊരു വസ്തുതയാണ്. തീർച്ചയായും ആ തന്ത്രം ഒരു രാഷ്ട്രീയമായി സംസ്ഥാനമാകെ വ്യാപിക്കുകയും വെള്ളാപ്പള്ളിയുടെ കേസുകളിൽ സഹായം നൽകുമെന്ന് ധരിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അങ്ങനെ ചെയ്താൽ നഷ്ടം അവർക്ക് തന്നെയല്ലേ ഉണ്ടാവുക? അത്രയും വലിയ തന്ത്രത്തിൽ വെള്ളാപ്പള്ളിയുടെ ആ തന്ത്രത്തിലേക്കൊന്നും വീഴുന്നയാളല്ല ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി എന്നാണ് ഞങ്ങളുടെ എല്ലാം വിശ്വാസം. ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ അങ്ങനെ തന്നെ വിശ്വസിച്ചു പോകാനുള്ള മാത്രമേ ഞങ്ങൾ വഴിക്ക് പോകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പത്മകുമാർ, വെള്ളാപ്പള്ളി പറഞ്ഞതിൽ കൊടുക്കൽ വാങ്ങലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ. പക്ഷേ അതിലൊരുപാട് രാഷ്ട്രീയം അടങ്ങിയിട്ടുണ്ടാകാം. അത് കാണാതെ ഒരു മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന BJPക്ക് ഒരു അഭിപ്രായം പറഞ്ഞാൽ ഭാവിയിൽ പലതും തിരുത്തി പറയേണ്ടി വന്നേക്കാം. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരായിട്ടുള്ള കേസുകളാണല്ലോ പ്രധാനം. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്നുള്ള നിലയിലാണല്ലോ അദ്ദേഹം എന്ന് പ്രചരിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസുകൾ അദ്ദേഹം NDA-യുമായി യോജിക്കാൻ അന്ന് NDA-ക്ക് അനുകൂലമായ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ഉണ്ടാക്കിയ കേസുകളാണല്ലോ. ശാശ്വതാനന്ദ സ്വാമികൾക്കെതിരായിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ആ കേസ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ക്ലോസ് ചെയ്യാൻ പോവാ. അതേപോലെ ബെൽഗേറ്റ് എന്തോ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ചിട്ടി കമ്പനിക്കെതിരായിട്ട് ഒരാഴ്ച പ്രചരണം ഉണ്ടായിരുന്നു, അപ്പോൾ അറസ്റ്റ് ചെയ്യുന്നത്. ഇത്തരത്തിലുണ്ടാക്കിയ കേസുകളെല്ലാം അത് ഉണ്ടാക്കിയവർ തന്നെ അവസാനിപ്പിക്കും. കാരണം അതിൽ യാഥാർത്ഥ്യമില്ല. ആ സമുദായത്തിൽ നിന്ന് തന്നെ കൃത്യമായ പരാതിക്കാരുണ്ട്. പല യൂണിയനുകളും അതിൻ്റെ പേരിൽ പണികൾ വാങ്ങിച്ചിട്ടുണ്ട്. വിജിലൻസിൻ്റെ മുമ്പിൽ ആ കേസ്, ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്കല്ല. അതുകൊണ്ട് തന്നെ ആ താരതമ്യങ്ങൾക്ക് വലിയ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല. ഏതായാലും ഗൗരവമായ ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഇത് മാറുമോ അതോ അവസരവാദ നിലപാട് മാത്രമായി ഇത് ഒതുങ്ങുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വളരെയധികം നന്ദി ശ്രീ പത്മകുമാർ, ശ്രീ നീലകണ്ഠൻ മാസ്റ്റർ, ഒപ്പം തന്നെ അക്കീരമൺ, ശ്രീ അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ ഞങ്ങളോട് സഹകരിച്ചതിന്. ഇടവേളയിൽ